ഡിസംബർ 28-ന് തിരൂരിൽ നടക്കുന്ന MES തിരൂർ യൂണിറ്റ് കുടുംബസംഗമത്തിന്റെ ബ്രോഷർ പുറത്തിറക്കി. യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം അമ്മേങ്കര അബ്ദുള്ളക്കുട്ടിക്ക് കൈമാറി MES കേരള സംസ്ഥാന ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷാഫി ഹാജി കൈനിക്കര പ്രകാശനം നിർവഹിച്ചു. തിരൂർ യൂണിറ്റിന്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്താനും മറ്റുമായി യൂണിറ്റിലെ അംഗങ്ങൾ കുടുംബസമേതം മുൻ ഞായറാഴ്ച തിരൂർ MES സെൻട്രൽ സ്കൂളിലാണ് ഒത്തുചേരുന്നത്. MES കേരളയുടെ സംസ്ഥാന, ജില്ലാ, താലൂക്ക് നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. ഉദ്ഘാടന സമ്മേളനം, അനുസ്മരണം, പ്രതിഭകളെ ആദരിക്കൽ, വിവിധ കലാപരിപാടികൾ എന്നിവ സംഗമത്തിന്റെ ഭാഗമായി നടക്കും. ബ്രോഷർ പ്രകാശന ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി KK അബ്ദുൾ റസാഖ് ഹാജി സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബ്ദുൽ ജലീൽ കൈനിക്കര, നജ്മുദ്ദീൻ കല്ലിങ്ങൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PP അബ്ദുറഹ്മാൻ, VE ഷാനവാസ്, നിഷാറാണി സിറാജ്, M മൊയ്തുട്ടി ഹാജി, സുബ്ഹാൻ സക്സസ് എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന MES കേരളയുടെ യൂണിറ്റായ തിരൂർ യൂണിറ്റിന്റെ കുടുംബ സംഗമം നടക്കാൻ പോവുകയാണ്. ഈ വരുന്ന ഡിസംബർ 28-ാം തീയതി MES സെൻട്രൽ സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 4 മണിക്ക് തുടങ്ങും. അതുകൊണ്ട് നമ്മളുടെ എല്ലാ തിരൂർ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും ഇതിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിലുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അനുസ്മരണ സമ്മേളനവും അതുപോലെ തന്നെ ഉദ്ഘാടന സമ്മേളനവും മുതിർന്ന പൗരന്മാരെ ആദരിക്കലും അതുകൂടാതെ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ പരിപാടികളോടെയാണ് നമ്മൾ ഈ കുടുംബസംഗമം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ കുടുംബാംഗങ്ങളും MES തിരൂർ യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങളും വിനീതമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ ആരംഭമായിട്ട് ഒരു ബ്രോഷർ ഞങ്ങൾ ഇവിടെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും വളരെ നന്നായി തന്നെ അതിന് സഹകരിച്ചുകൊണ്ട് എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് യൂണിറ്റിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുവാനും ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഈ സംരംഭത്തിൽ MES തിരൂർ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വലിയ സന്തോഷത്തിലാണ്. കാരണം MES തിരൂർ യൂണിറ്റിൻ്റെ മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബ സംഗമം ഈ ഡിസംബർ 28-ാം തീയതി വൈകുന്നേരം തിരൂർ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. MESന്റെ സംസ്ഥാന, ജില്ലാ, താലൂക്കുകളിലൊക്കെ ഇങ്ങനെ കുടുംബസംഗമങ്ങൾ നടത്താറുണ്ട്. അതിങ്ങനെ വളരെ വിപുലമായ തരത്തിൽ ഫാമിലി കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് MESന്റെ നിലവിലുള്ള പോളിസികളും കാര്യങ്ങളും അതിൻ്റെ വിജയങ്ങളും അതിൽ നമ്മൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളടക്കം എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു ഡിസ്കഷൻ നടത്തുവാൻ ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റുകളൊക്കെ ചെയ്ത് എല്ലാവരെയും നന്നായി ലൈവാക്കി നമ്മുടെ കുടുംബങ്ങളെ കൂടി ഇതിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ MESന്റെ മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് തിരൂർ എന്ന് പറയുന്ന പോലെ ആ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ തിരൂർ യൂണിറ്റ് അവരുടെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സംഗമമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. കേരളത്തിലെ സംസ്ഥാന, ജില്ലാ, താലൂക്കുകളൊക്കെ നേതാക്കന്മാരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ സംഗമം വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ MES കുടുംബങ്ങളും മെമ്പർമാരും ഇതിൽ പൂർണ്ണമായി സഹകരിച്ച് ഇതൊരു വലിയ പരിപാടിയാക്കി നടത്തുവാൻ നമുക്ക് കഴിയണം. നമ്മൾ ഒരുമിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അത്ര നല്ല ഭംഗിയായി നടത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ചരിത്രമായ തിരൂരിൽ MES യൂണിറ്റ് തലത്തിലുള്ള ചരിത്രപരമായ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ വരുന്ന 28 MESന്റെ മുഴുവൻ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നുകൊണ്ടുള്ള പരിപാടി വളരെ വിജയകരമാകുമെന്ന കാര്യത്തിൽ മീഡിയ ന്യൂസ് തിരൂർ.